ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 11. യഥാർത്ഥ സ്വാതന്ത്ര്യം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായം 24 ട്രെയിനിൽ വായനയ്ക്കിടെ ജാനവി പുസ്തകത്തിൻ്റെ മാർജിനിൽ കുറിപ്പെഴുതുന്നുണ്ടായിരുന്നു. അടുത്തിരുന്ന ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും സംഭാഷണം കേട്ട അവൾ വായന നിർത്തി. തൻ്റെ ലൈബ്രറി പുസ്തകത്തിൽ കുത്തിവരച്ചതിന് അമ്മ കുഞ്ഞിനെ ശകാരിക്കുകയായിരുന്നു. ജാൻവി പെട്ടെന്ന് തൻ്റെ പേന മാറ്റിവെച്ചു. തന്നെ അനുകരിച്ചുകൊണ്ടാണ് കുഞ്ഞങ്ങനെ ചെയ്തത് എന്നവൾക്ക് മനസ്സിലായി. ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകത്തിൽ വരയ്ക്കുന്നതും സ്വന്തം പുസ്തകത്തിൽ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം ആ കുഞ്ഞിന് തിരിച്ചറിയാനാകില്ല എന്ന് ജാൻവിക്ക് മനസ്സിലായി. ജാൻവിയുടെ ഈ പ്രവൃത്തി പൗലോസ് അപ്പോസ്തലൻ്റെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10 അധ്യായം 23-24 വചനങ്ങളെ ഓർമ്മിപ്പിച്ചു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. കൊരിന്തിലെ പുതിയ സഭയിലെ വിശ്വാസികൾ ക്രിസ്തുവിലുള്ള അവരുടെ സ്വാതന്ത്ര്യം സ്വന്തം താല്പര്യങ്ങൾക്കുള്ള അവസരമായി കണ്ടു. എന്നാൽ ഇത് മറ്റുള്ളവരുടെ പ്രയോജനത്തിനും വളർച്ചയ്ക്കും ഉപയുക്തമായ അവസരമായി കാണണമെന്ന് പൗലോസ് എഴുതി. യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരാൾക്ക് ബോധിച്ചതുപോലെ ചെയ്യാനുള്ള അവകാശമില്ല, മറിച്ച് ദൈവത്തിനെന്ന പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പഠിപ്പിച്ചു. നാം നമ്മെ തന്നെ ശുശ്രൂഷിക്കാതെ മറ്റുള്ളവരെ പണിതുയർത്താനായി നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോഴാണ് കർത്താവിൻ്റെ പാത പിന്തുടർന്നത്. ചിന്തിക്കുക, നിങ്ങൾ സൂക്ഷ്മതയോടെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തെ മാനിക്കുന്ന കാര്യങ്ങളാകുന്നത് എന്തുകൊണ്ട്? മറ്റുള്ളവരെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കാം? ദൈവത്തിന് മഹത്വം.